ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് മുട്ടയും ബ്രെഡും വെച്ചിട്ടൊരു പിസ്സ ഉണ്ടാക്കി നോക്കിയാലോ. കുഴക്കാതെയും ഉരുട്ടാതെയും ഒക്കെ നമുക്ക് വേഗം ഉണ്ടാക്കാൻ പറ്റിയൊരു പിസ്സ ആണ് കേട്ടോ. അപ്പോൾ 2 മുട്ട ഞാൻ പൊട്ടിച്ച് പാർന്നു, എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഒരു 1/2 ഗ്ലാസ് പാലും എടുത്തിട്ടുണ്ട് കേട്ടോ, അതും അതിലോട്ട് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. കുറച്ച് കുരുമുളക് പൊടി കേട്ടോ ഇട്ട് കൊടുക്കണത്. നന്നായിട്ട് ഇളക്കി കൊടുക്കണം. 2 സ്പൂണ് പഞ്ചസാര ഇട്ട് കൊടുത്തു. നന്നായിട്ട് നമ്മൾ ഇളക്കി കൊടുക്കണം. പിന്നെ ബ്രെഡ് എടുത്തിട്ടോ, ബ്രെഡ് നമ്മൾ ചെറിയ പീസാക്കിയിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട്. ഈ ബ്രെഡൊക്കെ നമ്മൾ ഉണ്ടാക്കി വെച്ച ഇതിലേക്ക് ഇട്ട് കൊടുക്കട്ടോ. എന്നിട്ട് നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുക്കണം. അതൊന്ന് കുഴഞ്ഞ് വരുന്ന വരെ ഇളക്കി കൊടുക്കണം. ആ സ്പൂൺ വെച്ചിട്ടൊന്ന് ഇങ്ങനെ കുത്തി കൊടുത്താൽ തന്നെ അത് നന്നായിട്ട് കുഴഞ്ഞ് വരും കേട്ടോ. അപ്പോൾ ഈ ഒരു പരിവായിട്ടുണ്ട്. അപ്പോൾ ഒരു ബൗളെടുക്കുക, അതിലോട്ടൊരു മുട്ട ഒഴിച്ച് വരിക. അതിലോട്ട് കുറച്ച് കുരുമുളക് ഇട്ട് കൊടുക്കുക, അതുപോലെ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അതിലോട്ട് നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. ആ മുട്ട പാത്രത്തിലോട്ട് ഒഴിച്ച് കൊടുത്തു കേട്ടോ. എന്നിട്ട് നമ്മൾ നന്നായിട്ട് ചിന്നി ഇതാക്കുക കേട്ടോ. ചെറിയ പീസാക്കുക. അതവിടെ ഇരിക്കട്ടെ. എന്നിട്ട് വേറൊരു പാത്രം നമ്മൾ അടുപ്പത്തോട്ട് വെച്ച് അതിലോട്ട് ബട്ടർ ഇട്ട് കൊടുത്തു കേട്ടോ. ബട്ടർ നന്നായിട്ട് എല്ലാ സൈഡിലേക്കും നമ്മൾ ആക്കി കൊടുക്കണം. അതിനുശേഷം നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച ആ ഒരു ബ്രെഡ് ഉണ്ടല്ലോ, അത് ഈ പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ പരത്തി കൊടുക്കണം. കനം കുറച്ചിട്ട് നമ്മൾ പരത്തി കൊടുക്കണം കേട്ടോ. എന്നിട്ട് ആ പാത്രം ഞാൻ ഒന്ന് മാറ്റി വെച്ചിട്ട് വേറൊരു പാത്രം ഞാൻ അടുപ്പത്തോട്ട് വെച്ചു. അതിലും കുറച്ച് ബട്ടർ ഇട്ട് കൊടുത്തു. നേരത്തെ ഉണ്ടാക്കി വെച്ച ആ ഒരു ബ്രെഡ് നമ്മൾ ഇതിലോട്ട് ഇട്ട് കൊടുത്തിട്ടോ, വേറൊരു പാത്രത്തിലോട്ട്. ഇത് ചീസാട്ടോ. ചീസ് നമ്മളിങ്ങനെ ഓരോ സൈഡിലായിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കുക. ചീസിന്ന് ആകെ 2 ചീസുള്ളൂ കേട്ടോ എടുത്തിട്ടുള്ളത്. പിന്നെ ഞാനൊരു പാത്രത്തിലോട് ഇട്ട് തക്കാളി, മല്ലിച്ചപ്പ്, ഉണ്ടമുളക് 2 വീതം എടുത്തിട്ടുണ്ട് കേട്ടോ, ചുവപ്പും യെല്ലോയും. അങ്ങനെ അതൊക്കെ അതിൻ്റെ മുകളിലോട്ട് ഇങ്ങനെ ഇട്ട് കൊടുത്തു. ഡെക്കറേഷൻ ചെയ്യാം. തക്കാളി ഉണ്ട് കേട്ടോ. തക്കാളിയൊക്കെ ഇതിൻ്റെ മുകളിലോട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ നേരത്തെ ഉണ്ടാക്കി വെച്ച കോഴിമുട്ട ഉണ്ടല്ലോ, അതും അതിൻ്റെ മുകളിലോട്ട് നമ്മളിങ്ങനെ ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് അടച്ച് വെക്കുക. ഒരു 5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമ്മളത് തുറന്ന് നോക്കുക കേട്ടോ. അപ്പോൾ അത് നന്നായിട്ട് ആയിട്ടുണ്ട്. ആ പിസ്സൊക്കെ ഒന്നിങ്ങനെ ഇതായിട്ടുണ്ട്. നല്ലൊരു സ്മെല്ലുണ്ട് കേട്ടോ. അപ്പം അതിൻ്റെ പാകമായിട്ടുണ്ട്. എന്നിട്ട് അതൊരു പാത്രത്തിലോട്ട് ഞാൻ ചെറിയൊരു ചൂട് വിട്ടതിന് ശേഷം പാത്രത്തിലോട്ട് ഞാൻ ഇട്ടു കേട്ടോ. ആഹാ, എന്താ രസം വെച്ചിട്ടാ.
നല്ല ടേസ്റ്റി ആയിട്ടുള്ള പിസ്സ കേട്ടോ, എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കി എടുക്കാം. ബ്രെഡും മുട്ടയും ഉണ്ടെങ്കിൽ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.